തമിഴക വെற்றிക്കഴകം നേതാവും നടനുമായ വിജയ് നടത്തിയ പ്രചരണ പരിപാടിക്കിടെയുണ്ടായ വൻ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും കരൂർ മാത്രമല്ല രാജ്യം മുക്തമായിട്ടില്ല. താരാരാധനയിൽ ഭ്രമം കൊണ്ട ആരാധകർക്കിടയിലേക്ക് രാഷ്ട്രീയ ലക്ഷ്യം കൂടി കലർന്നപ്പോൾ വലിയ അപകടമാണ് ഉണ്ടായത്. 41 പേർക്കാണ് അപകടത്തിൽ ജീവഹാനി സംഭവിച്ചത്. വേണ്ടത്ര സുരക്ഷയില്ലാതെയും അപായകരമായ വിധത്തിൽ റാലി നടത്താൻ അനുവദിച്ചവരുടെയും ആൾക്കൂട്ട നിയന്ത്രണത്തിന് ചുമതലയുള്ളവരുടെയും ഒക്കെ അനാസ്ഥയും കാരണമാണെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന പാതയിൽ 10,000 പേർ പങ്കെടുക്കുന്ന പരിപാടിക്കാണ് അനുമതി ചോദിച്ചിരുന്നതെങ്കിലും അതിന്റെ 10 മടങ്ങ് ആളുകൾ എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. കാര്യമായ സംഘടനാ സംവിധാനം ഇല്ലാത്ത TVK പാർട്ടിക്ക് വൻ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഒരുക്കങ്ങളുണ്ടായില്ല. TVK റാലിക്കെതിരെ നേരത്തെ മദ്രാസ് ഹൈക്കോടതി നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടെന്ന ആരോപണം ഗൗരവമുള്ളതാണ്. റാലികളിൽ വൻ ജനക്കൂട്ടം എത്തുന്നതും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതും ചൂണ്ടിക്കാട്ടി പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ റാലികൾ തടയാനാണ് ശ്രമമെന്ന് പറഞ്ഞ് ഇതിനെതിരെ TVK കോടതിയെ സമീപിച്ചിരുന്നു. റാലിയും പൊതുസമ്മേളനവും നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ മതിയായ സുരക്ഷാ ക്രമീകരണവും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് അപ്പോൾ കോടതി പറഞ്ഞത്. കുട്ടികൾ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, മുതിർന്നവർ എന്നിവർക്കായി പ്രത്യേകം സൗകര്യം ഒരുക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. തിക്കിലും തിരക്കിലും പെട്ടുള്ള എത്രയോ ദുരന്തങ്ങൾ രാജ്യത്തുണ്ടായിട്ടും നാം ഇനിയും പാഠങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് കരൂർ ദുരന്തവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒടുവിലത്തെ കണക്ക് പ്രകാരം 1996-നും 2022-നും ഇടയിൽ രാജ്യത്ത് ചെറുതും വലുതുമായ ഇത്തരം 3935 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3000-ലേറെ ആളുകൾ ഈ ദുരന്തങ്ങളിൽ മരിച്ചിട്ടുണ്ട്. ഇതിനുശേഷവും സമാന ദുരന്തങ്ങൾ രാജ്യത്ത് ഉണ്ടായിട്ടുമുണ്ട്. വലിയ ആൾക്കൂട്ടം എത്തുന്ന പരിപാടികൾക്ക് മുൻപ് അടിസ്ഥാന സുരക്ഷാ വിലയിരുത്തൽ ഉറപ്പാക്കണമെന്ന പാഠം മറക്കുന്നത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നത്. ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന പരിപാടികളിൽ എത്രത്തോളം ആളുകൾ പങ്കെടുക്കും, എത്ര പേരെ സ്ഥലത്ത് ഉൾക്കൊള്ളാനാവും, അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാൻ പ്രത്യേക വഴികളുണ്ടോ, ആളുകൾ എങ്ങനെ അവിടേക്ക് എത്തും, വളരെ കൃത്യമായി നിയന്ത്രിച്ചു കടത്തിവിടാനുള്ള ക്രമീകരണം എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. എന്തുതന്നെയായാലും കരൂർ അപകടത്തിന് ശേഷം സമാനതകളില്ലാത്ത ആരോപണങ്ങളാണ് വിജയ് നേരിട്ടത്. എങ്കിലും ഇതിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു പരിധിയിലധികം വിജയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കരൂർ ദുരന്തം മുതലെടുത്ത് തമിഴക വെற்றிക്കഴകത്തെ NDAയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമാണ് BJP ദേശീയ നേതൃത്വം നടത്തുന്നത്. TVK വിമർശിക്കാതെ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം DMK സർക്കാരിനാണെന്ന് സ്ഥാപിക്കാനാണ് BJPയുടെ ശ്രമം. TVK നേതാവ് ആദവ് അർജുനയുടെ ഡൽഹി സന്ദർശനം പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്ന സംശയങ്ങളുമുണ്ട്. തമിഴ്നാട്ടിൽ NDA വിപുലമാക്കാനും TVK ഉൾപ്പെടെയുള്ള പാർട്ടികളെ അതിലേക്ക് ആകർഷിക്കാനും BJP ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ യാതൊരു പ്രയോജനവും ഇതുകൊണ്ടുണ്ടായിട്ടില്ല. പ്രസംഗങ്ങളിൽ DMKയും BJPയും ഒരുപോലെ വിമർശിച്ച TVK അധ്യക്ഷൻ വിജയ് വർഗീയ കക്ഷികളുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് പല ആവർത്തി പ്രഖ്യാപിക്കുകയും ചെയ്തു. കരൂർ ദുരന്തത്തോടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായ വിജയ്ക്ക് പഴയതുപോലെയാകാൻ കഴിയില്ലെന്നാണ് BJP കരുതുന്നത്. ആ അവസരം മുതലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. കരൂരിലെ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം TVKയ്ക്കാണെന്ന് വ്യാപകമായി വിമർശനം ഉയർന്നെങ്കിലും BJP നേതൃത്വം വിജയിയെ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല. പോലീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വീഴ്ചയാണ് മരണങ്ങൾക്ക് വഴിവെച്ചതെന്ന് സ്ഥാപിക്കാനാണ് BJP ശ്രമിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ കരൂർ സന്ദർശിച്ച NDA പ്രതിനിധി സംഘം സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി MK സ്റ്റാലിന് കത്തയച്ചിരുന്നു. കേന്ദ്ര സർക്കാരും ഗവർണർ RN രവിയും നേരത്തെ തന്നെ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. അതിന് പുറമെയാണ് NDA സംഘത്തിന് വേണ്ടി അനുരാഗ് ഠാക്കൂർ MP കത്തയച്ചത്. കരൂർ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിലാണ് BJPയുടെ ശ്രമമെന്ന് സ്റ്റാലിനും DMK സഖ്യത്തിലെ മറ്റു നേതാക്കളും കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. കരൂർ ദുരന്തത്തിന് പിന്നാലെ യുവജന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത് സാമൂഹിക മാധ്യമ സന്ദേശമിട്ട TVK നേതാവ് ആദവ് അർജുനയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തിരുന്നു. പോസ്റ്റ് പിൻവലിച്ച ആദവ് അർജുന ഡൽഹി സന്ദർശിച്ചത് BJP ദേശീയ നേതാക്കളെ കാണാനാണെന്ന അഭ്യൂഹവുമുണ്ട്. എന്നാൽ TVK നേതാക്കളുമായി ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്നാണ് BJP നേതൃത്വം പറയുന്നത്.